എല്ലാവർക്കും ജോൺസ്റ്റിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ആംപ്ലിഫയറിൽ ബ്ലൂടൂത്ത് ആഡ് ചെയ്യുന്നതാണ്. ബ്ലൂടൂത്ത് ഇല്ലാത്ത എന്നാൽ ഓക്സ് ഇൻപുട്ടുള്ള ഏത് ആംപ്ലിഫയറേയും നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആംപ്ലിഫയർ എന്നല്ല, ഹോം തിയേറ്റർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഓക്സ് ഇൻപുട്ടുള്ള ഏത് മ്യൂസിക് സിസ്റ്റത്തെയും നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത് DTHൻ്റെ ക്യാബിനറ്റിൽ നമ്മൾ ചെയ്തെടുത്തൊരു ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചാനലിൽ ചെയ്തതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നോക്കി ആ വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതിൻ്റെ ഓക്സ് ഇൻപുട്ടാണ്, മറ്റേത് ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഓക്സ് ഇൻപുട്ടിലുള്ള ഏത് മ്യൂസിക് സിസ്റ്റത്തെയും നമുക്ക് ബ്ലൂടൂത്ത് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് നമുക്ക് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. അപ്പോൾ ഈ കാണുന്ന മൊഡ്യൂളാണ് നമുക്ക് വേണ്ടത്. ഇതാകുമ്പോൾ നമുക്ക് ഇൻബിൽട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആംപ്ലിഫയറിൽ ബ്ലൂടൂത്ത് മാത്രം മതി. നമ്മൾ മൊബൈൽ ഫോൺ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പാട്ട് കേൾക്കാറ്. മറ്റ് USB, അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ്, FM കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ കിട്ടും. അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആംപ്ലിഫയറിൽ പെൻഡ്രൈവ്, മെമ്മറി കാർഡും ഓക്സൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാം. ഇതാകുമ്പോൾ റേറ്റും കുറവാണ്, സ്ഥലം വളരെ ലാഭിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷനും കാര്യങ്ങളും നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആകെ ഇതിന് 2 കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഒന്ന് ഓഡിയോ ഔട്ട്പുട്ടും മറ്റൊന്ന് 5 വോൾട്ട് ഇൻപുട്ടും. അപ്പോൾ ഈ കാണുന്നതാണ് ഓഡിയോ ഔട്ട്പുട്ട്, അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ 5 വോൾട്ട് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ബാക്കിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കണക്ഷൻ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ. ഓഡിയോ ഔട്ട്പുട്ട്, ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, അതോടൊപ്പം തന്നെ 5 വോൾട്ട് ഇൻപുട്ടും ഗ്രൗണ്ടും. അപ്പോൾ ഇത് സോൾഡർ ചെയ്യുക പറയുന്നത് വളരെ ടാസ്ക്കായ ഒരു കാര്യമാണ്. ഇത്രയും ചെറിയൊരു സംഭവത്തിൽ വയറുകൾ സോൾഡർ ചെയ്യുന്നത് വളരെ ടാസ്ക്കാണ്. അപ്പോൾ ഞാനിവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സമയമെടുത്തു, കാരണം ഓരോ പോയിൻറ്റും തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യാൻ പാടില്ല, ലെഡുകൾ തമ്മിൽ. അപ്പോൾ എൻ്റെ കുറച്ച് കഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ സുഖമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അപ്പോൾ ബോർഡ് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ IC പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലെഡുകൾ തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ വളരെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളും വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ നല്ല വയർ യൂസ് ചെയ്യുക. നല്ല വയർ യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഇത് പോയിരിക്കും, ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ആംപ്ലിഫയറിൻ്റെ ഉൾവശം നോക്കണ്ട, അത് അത്ര നീറ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് അതിൽ സോൾഡർ ചെയ്തിട്ടില്ല. അതായത് ഓൾറെഡി ആ ആംപ്ലിഫയറിൽ ഓഡിയോ ഇൻപുട്ടിൻ്റെ അവിടെ വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, കാരണം അത്രയും കട്ടി കൂടിയ വയർ ഈ ചെറിയ ബോർഡിൽ ഡയറക്റ്റ് സോൾഡർ ചെയ്യുന്ന സമയത്ത് ലെഗുകൾ തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ വയർ സോൾഡർ ചെയ്തതിന് ശേഷം നമ്മൾ ആ വയറുമായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള പവർ സപ്ലൈ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ നിന്നാണ്. അതായത് ഈ SMBSൽ ഓൾറെഡി 3 വോൾട്ടും 5 വോൾട്ട്, 7 വോൾട്ട്, 12 വോൾട്ട്, 23 വോൾട്ട് എന്നിങ്ങനെ സെപ്പറേറ്റ് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ പ്രവർത്തിക്കാൻ 12 വോൾട്ടും ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ പ്രവർത്തിക്കാനുള്ള 5 വോൾട്ടും നമ്മൾ ഈ SMBS തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് DTHൻ്റെ SMBS തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഹോം തിയേറ്ററിലാണ് ഇത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ്റെ അവിടെ ഇൻപുട്ടായിട്ട് ഓക്സ് കേബിൾ ഉണ്ടാവുമല്ലോ, ഓക്സ് കേബിളിൻ്റെ RCA സോക്കറ്റിൻ്റെ അവിടെ 3 പോയിൻ്റ് ആയിട്ട് ഇരിക്കും. ഇതുപോലെ തന്നെ ആയിരിക്കും ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, അവിടെ ഡയറക്റ്റ് ഇതുപോലെ സോൾഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് വശത്തായിരിക്കും ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശത്തായിട്ട് കാണാത്ത രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ വയറിങ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല, കുറച്ച് മുൻപ് ചെയ്ത വർക്കാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് വർക്കിങ്ങിന് യാതൊരുവിധ പോരായ്മയില്ല. കാരണം ഇതിൽ യൂസ് ചെയ്ത ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ TA2025 IC യൂസ് ചെയ്തിരുന്ന ഒരു കമ്പ്യൂട്ടർ സ്പീക്കർ, അതായത് ഇൻഫിനിറ്റീൻ്റെ 3000 രൂപ വില വരുന്ന ഒരു കമ്പ്യൂട്ടർ സ്പീക്കറിൻ്റെ ആംപ്ലിഫയർ ബോർഡാണിത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ വെച്ച് നമുക്ക് ഈ ആംപ്ലിഫയർ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ 8 ഇഞ്ചിൻ്റെ 2 വൂഫറാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മറ്റ് ബ്ലൂടൂത്ത് മൊഡ്യൂളിനെ അപേക്ഷിച്ച് വളരെ ചെറിയ അനൗൺസ്മെൻറ്റ് സൗണ്ട് മാത്രമേ ഇതിൽ നിന്ന് വരുന്നുള്ളൂ. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് GD 82G എന്നാണ് ഇതിൻ്റെ
ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പേര്. ഓക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോൺ കോപ്പിറൈറ്റ് ആയ ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ ഞാനൊരു മലയാളം സോങ് പ്ലേ ചെയ്യാം. കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ ഞാനത് മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇത് 2 ടൈപ്പ് അവൈലബിൾ ആണ്. അതായത് മോണോയും സ്റ്റീരിയോയും. മോണോയ്ക്ക് 60 രൂപയും സ്റ്റീരിയോയ്ക്ക് 90 രൂപയാണ് വരുന്നത്. പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിട്ടും അവൈലബിൾ ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മോണോ മേടിക്കുന്നതിനേക്കാളും നല്ലത് സ്റ്റീരിയോ മേടിക്കുന്നതായിരിക്കും. സ്റ്റീരിയോ സിസ്റ്റങ്ങളിൽ സ്റ്റീരിയോ തന്നെ മേടിക്കുക. ഇപ്പോൾ ഹോം തിയേറ്ററിലാണെങ്കിലും സ്റ്റീരിയോ മേടിക്കുക. 5.1 ഹോം തിയേറ്ററൊക്കെ ആണെങ്കിൽ സ്റ്റീരിയോ തന്നെ മേടിക്കണം. എങ്കിലേ ആ ഒരു കറക്റ്റ് സ്റ്റീരിയോ ഇൻപുട്ട് പ്രോലോജിക്കൽ 5.1 ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു സപ്രഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ അപ്പോൾ എനിക്കിത് ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ടിങ് പക്കയാക്കുക. അതായത് ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ട് കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ ചെറിയ നോയ്സ് വരുന്നുണ്ട്. ഗ്രൗണ്ട് കണക്ട് ചെയ്യുമ്പോൾ ആ നോയ്സ് ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് കൊടുത്താൽ മതി, അത് നോയ്സ് കുറഞ്ഞ് കിട്ടും. എന്തായാലും നോയ്സ് ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നോയ്സ് കുറയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പറായ ഗ്രൗണ്ട് ഇതിൽ കൊടുക്കുക. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും യൂസ്ഫുള്ളായ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.